ഇനി നമുക്ക് പാളിപ്പോയ ഒരു ബൊക്കെ ഉണ്ടാക്കാം. ഈ ബൊക്കേൻ്റെ ഉള്ളിൽ ഞാൻ സൺഫ്ലവേഴ്സ് ഇരിക്കുന്ന രീതിയിലാണ് ഞാൻ ഉദ്ദേശിച്ചത്. പക്ഷേ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ ഒരു ഷെയ്ഡുള്ള സൺഫ്ലവേഴ്സ് ആയിരുന്നു ഞാൻ ആദ്യം വെച്ചുകൊണ്ടിരുന്നത്. പക്ഷേ ഒരു 6-7 സൺഫ്ലവേഴ്സൊക്കെ ആയ സമയത്ത് ഈ പേപ്പർ അങ്ങ് തീർന്നു പോയി. അപ്പോൾ എൻ്റെ കയ്യിൽ ആ ഷെയ്ഡുള്ള വേറെ ഇല്ലായിരുന്നു. അപ്പം ഞാനത് പിന്നെ യെല്ലോ ഷെയ്ഡുള്ള പേപ്പർ ഉപയോഗിച്ചിട്ടാണ് ആക്കുന്നത്. അപ്പോൾ ഭയങ്കര ലൈറ്റ് യെല്ലോ ഷെയ്ഡുള്ള ഒരു പേപ്പറായിപ്പോയി അത്. അപ്പോൾ അതിൻ്റേത് നിങ്ങൾക്ക് ആ ഒരു ബൊക്കേൻ്റെ ഫൈനൽ ലുക്കിൽ കാണാൻ കഴിയും. അപ്പം നമ്മൾ ഈ ഫ്ലവർ ഉണ്ടാക്കുന്നത് എങ്ങനെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ ആ ഒരു യെല്ലോ കളർ പേപ്പറിനെ നമ്മളൊന്ന് നടുക്കൊന്ന് മടക്കി ഇതുപോലെ കുറേ പീസായിട്ട് ഇതുപോലെ കട്ട് ചെയ്ത് കൊടുക്കണം. ഇനി അതിന് ശേഷം അതിൻ്റെ മിഡിലിൽ വെക്കാനുള്ള ബ്ലാക്ക് കളർ സാധനം അത് സെയിം പ്രോസസ്സ് തന്നെയാണ് ചെയ്യുന്നത്. ഇതുപോലെ മടക്കുക, അതിനെ ഇതുപോലെ കുഞ്ഞു പീസായിട്ട് കട്ട് ചെയ്യുക. ഇത്രയും ലോങ് പീസൊന്നും വേണ്ട, ഇതിൻ്റെയും പകുതി മതി കേട്ടോ. അപ്പോൾ നമ്മളിതാ ഇനി എന്ത് ചെയ്യണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ ഒരു പീസിനെ ജസ്റ്റ് ഒന്ന് മടക്കി കൊടുക്കണം, ഇതുപോലെ ഒന്ന് റോൾ ചെയ്ത് കൊടുക്കണം. അപ്പോൾ ഇതായത് ഫുള്ളായിട്ട് റോൾ ചെയ്തതിന് ശേഷം ഫെവിക്കോളോ നിങ്ങളുടെ കയ്യിൽ ഏതെങ്കിലും ഒരു ഗ്ലൂ ഉപയോഗിച്ചിട്ട് നിങ്ങൾക്ക് എന്ത് ചെയ്യാവുന്നതാണ്, അതൊന്ന് ഒട്ടിച്ചു കൊടുക്കാവുന്നതാണ്. ഇനി അതിന് ശേഷം നമ്മൾ അതിൻ്റെ പുറമേ ആയിട്ട് ഞാൻ ഇതുപോലെ ഒരു പിന്നെ യെല്ലോ കളർ പേപ്പർ ഉപയോഗിച്ചിട്ട് നമ്മൾ ആദ്യം കട്ട് ചെയ്ത ആ ഒരു യെല്ലോ കളറില്ലേ അത് ഉപയോഗിച്ചിട്ട് നമ്മൾ ഇതുപോലെ റോൾ ചെയ്ത് കൊടുക്കണം. അപ്പോൾ ഇത് ഫുള്ളായിട്ട് റോൾ ചെയ്ത് തരുമ്പോൾ കണ്ടോ ചെറിയൊരു സൺഫ്ലവർ ആയിട്ടുണ്ട്. ഇതുപോലെ ഞാനിപ്പോൾ കുറച്ചെണ്ണം ആക്കിയിട്ടുണ്ട്. ബാക്കിയും കൂടി ആക്കി കഴിയുമ്പോഴാണ് ഞാൻ ആ സത്യം മനസ്സിലാക്കിയത് ഇതിൻ്റെ ഉള്ളിൽ കൊള്ളില്ല എന്ന്. പിന്നെ പറ്റിയ അബദ്ധം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇതാണ്. ഞാൻ ആദ്യം ചെറിയ ബൊക്കെയായിരുന്നു എടുത്തത്, പിന്നെ വലിയ ബൊക്കെയായിപ്പോയി. അപ്പോഴാണ് വലിയ പ്രശ്നം പറ്റിയത്. അതുകൊണ്ടാണ് കുറേ ഫ്ലവർ ആവശ്യം വന്നത്. അപ്പോൾ ഇതാണ് നമ്മുടെ ബൊക്കറ്റ്. ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യണേ.